കാൽ മുറിച്ച മനസ്സ്. ഇതുപോലൊരു സംഭവം കേട്ടാൽ ആദ്യം നമ്മൾ പറയും ഇവനൊരു ഭൂലോക മരമണ്ടൻ തന്നെ. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇത് മണ്ടത്തരമല്ല, ഇത് അപകടകരമായ ഒരു സൈക്കോളജിയാണ്. ഡോക്ടറാകാൻ വേണ്ടി സ്വന്തം കാൽ മുറിക്കാൻ വരെ പ്ലാൻ ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത്? നീറ്റ് പരീക്ഷയിൽ സീറ്റ് കിട്ടിയില്ല, പിന്നെ ഡിസബിലിറ്റി കോട്ട വഴി MBBS കിട്ടാൻ വേണ്ടി കാൽ മുറിക്കാനുള്ള പദ്ധതി. അനസ്തേഷ്യ ഒപ്പിച്ചു, കാൽ വെട്ടിമാറ്റി, അക്രമികൾ ആക്രമിച്ചു എന്ന കഥ. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ മൊഴിയിലെ മാറ്റങ്ങൾ, ഡയറി കുറിപ്പുകൾ കാണുന്നു, എങ്ങനെയെങ്കിലും MBBS നേടണമെന്ന്. അവസാനം സത്യം പുറത്തായി. ഇദ്ദേഹം ഡോക്ടറാവാതിരുന്നത് സമൂഹത്തിൻ്റെ ഭാഗ്യമാണ്. ഇവിടെ ആദ്യ സൈക്കോളജി ഗോൾ ഒബ്സഷൻ സിൻഡ്രം. ലക്ഷ്യം ആരോഗ്യകരമാകുമ്പോൾ അത് ഡ്രീമാണ്, പക്ഷേ ലക്ഷ്യം നമ്മുടെ മൂല്യങ്ങളെ മറികടക്കുമ്പോൾ അത് ഒബ്സഷനായി മാറും. MBBS ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന ചിന്ത. ഇവിടെ തന്നെ മനസ്സിൻ്റെ തകർച്ച തുടങ്ങി. ഇവിടെ ഏറ്റവും അപകടകരമായ പോയിന്റ്, പ്രൊഫഷൻ ഈക്വൽ ടു ഐഡന്റിറ്റി. ഞാൻ ഡോക്ടർ ആയാലേ എനിക്ക് വിലയുള്ളൂ, ഇതാണ് ഐഡന്റിറ്റി കൊളാപ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഫെയിലിയർ വന്നാൽ കരിയർ ഫെയിലല്ല, സെൽഫ് ഡിസ്ട്രക്ഷനാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് സ്വന്തം ശരീരം പോലും ശത്രുവായി കാണുന്നത്. കാൽ സ്വയം മുറിച്ചു, പിന്നെ പറഞ്ഞു അക്രമികൾ വെട്ടി. ഇത് വിക്ടിം നറേറ്റ് സൈക്കോളജി. വിക്ടിം അല്ലെങ്കിൽ ഇരയായി അഭിനയിച്ചാൽ സിമ്പതി കിട്ടും, കോട്ട കിട്ടും, കുറ്റബോധം കുറയും. ഞാൻ തെറ്റുകാരനല്ല എന്ന് സ്വന്തം മനസ്സിനെ കൺവിൻസ് ചെയ്യാനുള്ള മനോരോഗപരമായ ശ്രമം. ഡോക്ടർ ആവണം, അതിനായി എന്തും ശരി, എത്തിക്സ് ഇല്ലാത്ത ആംബിഷൻ ഇവിടെ തുടങ്ങുന്നു. ഇത് തന്നെയാണ് ഡേഞ്ചറസ് പ്രൊഫഷണൽ മൈൻഡ് സെറ്റ്. ഇത്തരക്കാർ നാളെ ഓർഗൻ ട്രേഡും ഫേക്ക് സർട്ടിഫിക്കറ്റ് മാഫിയകളും അൺഎത്തിക്കൽ സർജറീസും ഒക്കെയായി മാറും. എല്ലാം കരിയർ എന്ന പേരിൽ ജസ്റ്റിഫൈ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹം ഡോക്ടർ ആവാതിരുന്നത് ഭാഗ്യം. കാരണം എത്തിക്സ് ഇല്ലാത്ത ഡോക്ടർ ഒരു സർജനല്ല, അതൊരു ത്രെട്ടാണ്. പാരൻസിനോടൊരു കാര്യം, മക്കൾക്ക് ഡ്രീം കൊടുക്കണം, പ്രഷർ കൊടുക്കരുത്. നീറ്റ്, UPSC, IIT ഇവ ലൈഫല്ല. എക്സാം ഫെയിലായാൽ ജീവിതം ഫെയിലല്ല, പക്ഷേ പ്രഷർ കൊണ്ടുള്ള ഒബ്സഷൻ ജീവിതം തകർക്കും. നീ സ്റ്റുഡൻസിനോട്, ഒരു എക്സാം നിന്റെ വാല്യൂ തീരുമാനിക്കുന്നില്ല, പക്ഷേ ഒബ്സഷൻ നിന്റെ ഫ്യൂച്ചർ നശിപ്പിക്കും. ലക്ഷ്യം വേണം, ലക്ഷ്യം മനുഷ്യനാകണം, അല്ലെങ്കിൽ ഡോക്ടർ ആകുന്ന കൈ തന്നെ മനുഷ്യനെ കൊല്ലും.